നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് NDA യോഗം. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാൻ NDA നേതാക്കൾ വെള്ളിയാഴ്ച രാഷ്ട്രപതിയെ കാണും. സർക്കാർ രൂപീകരണം വേഗത്തിലാക്കണമെന്ന് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ കക്ഷികളുടെ യോഗം അല്പസമയത്തിനകം ഡൽഹിയിൽ ചേരും. NDA നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടിച്ചേർന്നിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തെ തന്നെ ഐകകണ്ഠേന തിരഞ്ഞെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് NDA യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാൻ NDA നേതാക്കൾ വെള്ളിയാഴ്ചയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണാനിരിക്കുന്നത്. സർക്കാർ രൂപീകരണം വേഗത്തിലാക്കണമെന്ന് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. വളരെ ചരിത്രപരമായ നിമിഷമായിരിക്കും. ശനിയാഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിക്ക് ലോക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അഭിനന്ദന പ്രവാഹം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ കക്ഷികളുടെ യോഗം അതേസമയം അല്പസമയത്തിനകം ഡൽഹിയിൽ ചേരും എന്നും അറിയാൻ സാധിക്കുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, രാജ്യ തലസ്ഥാനത്തു നിന്നുള്ള ഈ രാഷ്ട്രീയ നീക്കങ്ങളുണ്ടല്ലോ, അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ലക്ഷ്മി, ഡൽഹിയിലെ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്ന് NDA നേതാക്കളെല്ലാം തന്നെ ഒത്തുചേർന്നിരുന്നു. ഇന്ന് അവർ ഒത്തുചേർന്ന് തീരുമാനമെടുത്തത് പ്രധാനമന്ത്രി ആരെ എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. മറ്റ് ഏതൊക്കെ വകുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ചർച്ചയായി എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ തുടങ്ങിയ വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമാകുന്നില്ല. BJP കൂടാതെ TDPയുടെ ചന്ദ്രബാബു നായിഡു ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 16 ലോക്സഭാ അംഗങ്ങളാണ് ചന്ദ്രബാബു നായിഡുവിനൊപ്പമുള്ളത്. അതേപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്നും നിതീഷ് കുമാറാണ് യോഗത്തിൽ പങ്കെടുത്തത്. 12 പേർ നിതീഷ് കുമാറിനൊപ്പമുണ്ട്. അതേപോലെ തന്നെ ശിവസേനയുടെ ഏകനാഥ് ഷിൻഡെ യോഗത്തിൽ പങ്കെടുത്തു. 7 അംഗങ്ങളാണ് ശിവസേനയ്ക്കുള്ളത്. ഒപ്പം തന്നെ LJP, അതേപോലെ തന്നെ ജനതാദൾ S, RLD, അതേപോലെ തന്നെ ജനസേന പാർട്ടി, NCP അടക്കമുള്ള കക്ഷികളാണ് ഇന്ന്, അതിൻ്റെ നേതാക്കളാണ് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതിനുശേഷം ഈ യോഗം പിരിഞ്ഞതിന് ശേഷം ഈ 7 തീയതി രാവിലെ 11 മണിക്ക്, അതായത് നാളെ രാവിലെ 11 മണിക്ക് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സെൻട്രൽ ഹാളിൽ NDAയുടെ MPമാരുടെ യോഗം പ്രധാനമന്ത്രി വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് 300 മുതൽ 305 MPമാർ NDAയ്ക്കൊപ്പമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. 292 അല്ലെങ്കിൽ BJPയുടെ 240 കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ നിലവിൽ NDAയ്ക്കൊപ്പം നിൽക്കുന്നത് കൂട്ടി 292. അതിനുശേഷം ഒരു 7 MPമാരുടെ പിന്തുണ കൂടിയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂചനകൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. സ്വതന്ത്രരുടെ കൂടി പിന്തുണ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കിട്ടിയത് അത് തന്നെയാണ്. ലക്ഷ്മി, ഇപ്പോൾ 18 സ്വതന്ത്ര MPമാരാണുള്ളത്. ഈ 18 സ്വതന്ത്ര MPമാരിൽ ഇപ്പോൾ നിലവിൽ 7 പേരുടെ ഒരു പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതേസമയം കൂടുതൽ MPമാരുടെ പിന്തുണ ഉണ്ടായേക്കാം എന്നുള്ള ഒരു വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഏതാണ്ട് 305 എന്നുള്ള ഒരു സംഖ്യയിലേക്കായിരിക്കും എത്തുക എന്നുള്ള സൂചനകളാണ് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും അങ്ങനെ വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ NDA സർക്കാർ അധികാരമേൽക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. ഏതായാലും നാളെ 11:30 സെൻട്രൽ ഹാളിൽ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് പ്രധാനമന്ത്രി അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ ഈ യോഗത്തിൽ എത്തിയിട്ടുണ്ട്. പ്രധാനമായും സർക്കാർ രൂപീകരണ ചർച്ച തന്നെയാണ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെയും അജണ്ട എന്നുള്ളത്. നിലവിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം 233 പേരുണ്ട് എന്നുള്ള MPമാരുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ്. കൂടുതൽ പേരെ ഇതിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു. പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെയും അതേപോലെ തന്നെ TDPയെയും ഈ സഖ്യത്തിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനകൾ പല കോണുകളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മാത്രമല്ല മമതാ ബാനർജി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ഇതിനായി നിയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ചർച്ചകളൊന്നും എവിടെയും ഫലം കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ നമുക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഈ നേതാക്കളെ കണ്ടതിലൂടെ വ്യക്തമാകുന്നത്. മാത്രമല്ല നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബീഹാറിൽ അവിടെ BJPയുമായി ചേർന്നുകൊണ്ട് നല്ലൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സ്വാഭാവികമായും പ്രതിപക്ഷ മുന്നണിയുടെ ഒപ്പം ചേർന്നുകൊണ്ട് ആ ഭരണ
തകർച്ചയിലേക്ക് ബീഹാറിനെ കൊണ്ടുപോകാൻ നിതീഷ് കുമാർ ഉദ്ദേശിക്കുന്നുണ്ടാകില്ല. സ്വാഭാവികമായി അങ്ങനെ NDAയ്ക്ക് ഒപ്പം തന്നെ തുടരാൻ തന്നെയായിരിക്കും നിതീഷ് കുമാർ തീരുമാനിച്ചത്. ഒപ്പം തന്നെ TDPയെ സംബന്ധിച്ചിടത്തോളം TDPയും നേരത്തെ പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത്തവണ BJPക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത് ചന്ദ്രബാബു നായിഡു ആണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. പിന്നീട് തുടർന്ന് നോക്കുമ്പോൾ LJP ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ NDAയുടെ ഒപ്പം ഇപ്പോൾ ഉള്ള മുഴുവൻ കക്ഷികളും അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനു പുറമെയാണ് സ്വതന്ത്രരായിട്ടുള്ള MPമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 300 മുതൽ 305 എന്നുള്ള സംഖ്യയിൽ എത്തിച്ചുകൊണ്ട് സർക്കാർ രൂപീകരണത്തിന് BJP ശ്രമം നടത്തുന്നത്. അതേസമയം സംഖ്യ തികഞ്ഞില്ലെങ്കിൽ കൂടിയും ഏതെങ്കിലും സാധ്യത ഏതെങ്കിലും കോണുകളിൽ നിന്നും ഉയരുമോ എന്നുള്ള അത്തരം പരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. മുതിർന്ന നേതാക്കളെ ഈ ചന്ദ്രബാബു നായിഡു അടക്കമുള്ള നിതീഷ് അടക്കമുള്ള നേതാക്കളുമായി ഒരിക്കൽ കൂടി അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രമ്യതയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ട് സർക്കാർ രൂപീകരണ സാധ്യതകളാണ് ഇന്ത്യ മുന്നണിയും തേടുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ സർക്കാർ രൂപീകരണം അല്ലെങ്കിൽ കൂടിയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്തിന് ഇത്തവണ കോൺഗ്രസിന് അർഹതയുണ്ട്. അതിനാൽ തന്നെ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം ആർക്ക് കൊടുക്കണം എന്നുള്ള കോൺഗ്രസ് ഏറ്റെടുക്കണമോ അല്ലെങ്കിൽ മുന്നണിയിലെ മറ്റ് കക്ഷികൾ ആരെങ്കിലും ഏറ്റെടുക്കണമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുവാനാണ് ഇപ്പോൾ ഈ മുന്നണി യോഗം നടന്നിരിക്കുന്നത്. ഏതായാലും ആദ്യം മുതൽ തന്നെ സർക്കാർ രൂപീകരിക്കുമെന്നുള്ള അവകാശവാദവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനങ്ങളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഏത് തരത്തിൽ സംഖ്യകൾ കൂട്ടിക്കഴിച്ചാലും ഇപ്പോൾ NDAയ്ക്ക് ഒപ്പം നിൽക്കുന്ന കക്ഷികൾ ഇതിൽ പ്രമുഖരായിട്ടുള്ള ചില കക്ഷികൾ പോയാൽ കൂടിയും ഈ സർക്കാർ രൂപീകരണത്തിന് പ്രതിപക്ഷ മുന്നണിക്ക് ഒരു തരത്തിലും സാധ്യമല്ല എന്നുള്ളതാണ് കാര്യം. പലപ്പോഴും നിതീഷ് കുമാർ മുന്നണി വിട്ടേക്കുമെന്നുള്ള കാര്യം നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജനതാദൾ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അസ്ഥിരത്വ സ്ഥിരമായി പുലർത്തുന്ന ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായും നിതീഷ് കുമാർ NDA സഖ്യം വിട്ടേക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ രാവിലെ മുതൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഇന്നിപ്പോൾ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷവും ബോധ്യമായിട്ടുള്ളത്. അതേസമയം ഇന്ത്യ സഖ്യ നേതാക്കൾ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ 18 എന്നുള്ള സംഖ്യ, അതായത് സ്വതന്ത്ര MPമാർ 18 പേരുണ്ട്. ആ 18 പേരിൽ നിന്നും ആരെങ്കിലുമൊക്കെ ചോർത്തിയെടുത്തുകൊണ്ട് ഒപ്പം തന്നെ നിതീഷിനെയും അതേപോലെ തന്നെ TDPയെയും കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാർ രൂപീകരണ സാധ്യതകൾക്കാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി യോഗവും ഡൽഹിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ലക്ഷ്മി, നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നാണ് NDA യോഗം ഐകകണ്ഠ്യേന തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാൻ NDA നേതാക്കൾ വെള്ളിയാഴ്ച രാഷ്ട്രപതിയെ കാണും. സർക്കാർ രൂപീകരണം വേഗത്തിലാക്കണമെന്ന് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം പ്രതിപക്ഷ കക്ഷികളുടെ യോഗം സർക്കാർ രൂപീകരണത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് തേടുന്നത് അടക്കം ചർച്ച ചെയ്യാൻ വേണ്ടി അല്പസമയത്തിനകം ഡൽഹിയിൽ ചേരും. എന്തായാലും ജൂൺ 8 അതായത് ശനിയാഴ്ച തന്നെ നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി മൂന്നാമതും അധികാരമേൽക്കും എന്നുള്ളതാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉറച്ച വിവരങ്ങൾ. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.